എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ. രേവതി നക്ഷത്രക്കാർക്ക് മെയ് 2026. Seven of Swords, Four of Pentacles, next 10 of Pentacles, Nine of Swords, High Priest, World Card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 7 of Pentacles and High Priest എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നഷ്ടബോധങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമായിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കഴിഞ്ഞുപോയ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി അതെങ്ങനെ, അങ്ങനെയുള്ള ആലോചനകൾ കൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റമോടെ വരുത്താം. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാത്ത പക്ഷം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒന്നുകിൽ ടെൻഷൻ അടിക്കാം, അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെട്ടിരിക്കാം എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. നിങ്ങളെ സംബന്ധിച്ച് പിന്നെ ആകാംക്ഷയാണ് അമിതമായിട്ടുള്ള. ഭാവിയെക്കുറിച്ചിട്ടാണ് ഒരു ടെൻഷൻ. എനിക്ക് വേണ്ട, അതായത് നമുക്കൊരിക്കലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ആക്ഷൻസിലൂടെ മാറ്റാൻ പറ്റുന്നതാണ് എങ്കിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓവർ വിജിലൻ്റ് ആവുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അമിതമായിട്ടുള്ള കോഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ എക്സ്ട്രാ വിജിലൻ്റ് ആകേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ പൊതുവേ ജനറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള ആളുകൾ ചില ആളുകൾ പറയും ഇപ്പോൾ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത് പറയാറുണ്ട്. അപ്പം ബന്ധങ്ങൾ നിലനിർത്തുന്നതിനാണ് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ കൂടെ നിർത്തുകയാണെങ്കിൽ അവർ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യും. നമ്മുടെ എനർജി, നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്നൊരു കാര്യമല്ല നമ്മുടെ ഊർജ്ജം. അപ്പോൾ അതാണ് അവർ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, നെഗറ്റീവായിരിക്കും, പ്രശ്നങ്ങൾ, വഴക്കുകൾ. നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും, ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് പോയി കഴിയുമ്പോൾ വീട്ടിൽ മൊത്തം വഴക്ക് പ്രശ്നങ്ങളായിരിക്കും. അതുവരെ വളരെ ഹാപ്പി ആയിട്ടിരുന്നായിരിക്കും. അല്ലെങ്കിൽ ചില ആളുകളോട് നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, നിങ്ങൾ വളരെ ഹാപ്പിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കുറച്ചധികം നാളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന, വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാവും. ചില ആളുകളുടെ എനർജി വളരെയധികം നെഗറ്റീവ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ അവരോട് കോഷ്യസ് ആയിട്ടിരിക്കുക. ഓവറായിട്ട് ഇതാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഊർജ്ജത്തെയും നിങ്ങളുടേതായിട്ടുള്ള വസ്തുക്കൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതാണെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ളതാണെങ്കിലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ താല്പര്യമുണ്ട്. പക്ഷെ അടുത്തിടെയായിട്ട് ആത്മീയതയിൽ നിന്ന് കുറച്ച് പുറകോട്ടേക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ചക്ര ബാലൻസിങ് ശ്രമിക്കുക. ചക്ര ബാലൻസ് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിരിക്കുന്നതാണോ എന്ന് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈ പ്രീസ്റ്റ് എനർജിയാണ് നിങ്ങളുടേത്. പല കാര്യങ്ങളും നിങ്ങളുടെ കാരണവന്മാർ നമ്മൾ പറയും, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ നമുക്കറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ കാരണവന്മാരിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവരുടെ ആ ഒരു ജ്ഞാനം അവർ നമ്മളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മുന്നേറാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന, അതായത് നിങ്ങളിൽ ഓൾറെഡി അതിൻ്റേതായിട്ടുള്ളൊരു ഭാഗം നിങ്ങളിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അത് പുസ്തകങ്ങളിലൂടെ ആയിരിക്കും. ചില കാര്യങ്ങൾ പുസ്തകം വായനകളിലൂടെ അറിയാം. ചിലത് നിങ്ങളായിട്ട് നേരിട്ട് പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് അതിന് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂ എഡ്യൂക്കേഷണൽ പാത്തിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും സർട്ടിഫൈഡ് കോഴ്സ് ആണെങ്കിലോ അല്ലാത്ത രീതിയിൽ പഠിച്ചെടുക്കുക, പക്ഷേ അറിവ് നേടുക എന്നുള്ള രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിനുള്ളൊരു അവസരവും കാര്യമൊക്കെ വരുന്നുണ്ട്. മാത്രമല്ലാതെ നിങ്ങൾക്ക്
വളരെയധികം പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് എന്തിനാണെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, പക്ഷേ ജീവിതത്തിൽ പല സമയങ്ങളിലും പല കാലങ്ങളിലും അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാം. ഓക്കെ, അതേപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലൊരു ആശങ്ക കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. കരിയർ സിറ്റുവേഷൻ പോസിറ്റീവാണ്. അതായത് കരിയറിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഉയർച്ച അതായത് കരിയർ ഗ്രോത്ത് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളൊരു ടെൻഷനാണ്. പക്ഷെ തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് കരിയറിൽ. ജോലി സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. ടെമ്പററി പോസ്റ്റിലുള്ളവർ, പ്രൊബേഷനിലുള്ളവരൊക്കെ പെർമനൻ്റ് ആകുന്നുണ്ട്. പിന്നെ ശമ്പള വർധനവ്, ബോണസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ യു ഹാവ് റീച്ച്ഡ് എ സർട്ടൻ പോയിൻറ്റ്, നിങ്ങൾക്ക് യു ക്യാൻ സിറ്റ് ബാക്ക് ആൻഡ് അപ്രീഷിയേറ്റ് നിങ്ങളൊരു നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് ആ ഒരു ഇരുന്ന് നോക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. ചില ആളുകൾ ഓൾറെഡി ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു സമയക്കാലമൊക്കെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീൽ ഗുഡ് തരുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങൾ. പക്ഷെ അതേസമയം തന്നെ ആങ്സൈറ്റി ഉണ്ട്. കാരണം ഈ ഒരു ആങ്സൈറ്റി എന്തുകൊണ്ടാണെന്ന് വെച്ച് നിങ്ങളത് വിട്ട് കളയുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് ഈ ഒരു ആങ്സൈറ്റി. നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളതിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു നൈറ്റ് മെയർ, ഒരു പ്രഷറാണ് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ ഇത് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങളിലേക്ക് കടക്കാം സ്പിരിച്വലി ഒക്കെ. ഇത് ഇപ്പോൾ ജോലി ചെയ്യുന്ന കരിയർ, ഫിനാൻസ്, ഈ ഒരു കാര്യം മാത്രമല്ല, വിദ്യാർത്ഥികൾക്കും ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷ എന്താവും, ആ പരീക്ഷ അല്ലെങ്കിൽ ഈ കോഴ്സിന് ചേരണോ, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി അത് പാരൻസ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ. കാരണം ചിലപ്പോൾ പാരൻസിന് അത് അറിയുന്നുണ്ടാവില്ല. അവർ ബാഹ്യമായിട്ട് കൂളായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വിചാരം അവർ കൂളാണെന്നുള്ളതാവാം, പക്ഷെ അങ്ങനെയല്ല, അവരുടെ ഉള്ളിൽ ചിന്തകളുണ്ട്. അപ്പോൾ അത് തുറന്ന് സംസാരിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് വേൾഡ് കാർഡാണ്. ഒരു കംപ്ലീഷൻ ഫേസാണ് പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം. അപ്പോൾ ആഗ്രഹിച്ച വീട്, കാറ് ഇവയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരം, ആഗ്രഹിച്ചൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ നടന്നു കയറുന്ന ഒരു അവസരമൊക്കെ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം യാത്രകൾക്കൊക്കെ ഉള്ളൊരു സമയം, അവസരമൊക്കെ വരുന്ന സമയമാണ്. ഒരു ഫൈനലൈസ് ചെയ്യുന്ന പല കാര്യങ്ങൾ. ഇപ്പോൾ വീട് വാങ്ങിക്കാൻ കുറച്ചധികം നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫൈനലി വീട് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. വീടിൻ്റെ കാര്യം ഫൈനലൈസ് ചെയ്യുന്നു. പുതിയൊരു മേജർ പ്രോജക്റ്റ് വരുന്നു. അതിപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും പുതിയ പ്രോജക്റ്റ് വരുന്നത്. വെഡിങ് സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം ചില ആളുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആഘോഷം എന്ന് പറയുന്നത് പുതിയൊരു ഇതിലേക്ക് അല്ലൊരു കംപ്ലീഷൻ ഫേസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ആനിവേഴ്സറിയും അല്ലെങ്കിൽ എന്തെങ്കിലും ആനിവേഴ്സറി ആഘോഷിക്കുന്നതായിരിക്കാം. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ പുതിയ അവസരങ്ങൾ വരുന്നു എന്ന് പറയുന്നു. കാരണം ഒന്ന് അവസാനിച്ചാൽ പുതിയൊരു അവസരം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പര്യവസാനത്തിൻ്റേതായിട്ടുള്ള സമയമായിരിക്കും കൂടുതൽ മെയ് മാസം അവസാനത്തോട് കൂടിയിട്ടായിരിക്കും പുതിയ കാര്യങ്ങൾ വരുന്നത്. കാരണം അപ്പോൾ അത് ജൂണിലേക്ക് പോകാം. എന്നാലും മെയിൽ കൂടുതലും പഴയത് നല്ല രീതിയിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ പുതിയ പ്രോജക്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യാത്രകളും മറ്റ് കാര്യങ്ങളൊക്കെ അതിനുള്ള സാധ്യത ഇപ്പോൾ ജോലി സംബന്ധമായിട്ടോ ബിസിനസ്സായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ ഒക്കെയുള്ള യാത്രകളാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പല കാര്യങ്ങളുടെയും പര്യവസാനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകളാവും. അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തറവാട് വീട് വിൽക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആവാം. അങ്ങനത്തെ ഒരു എനർജി. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 10 ഓഫ് കപ്സ് എനർജി ആൻഡ് ഹൈ പ്രീസ്റ്റ് എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു കംപ്ലീഷൻ ഫേസ് ഈ മെയ് മാസം അവസാനത്തോടു കൂടിയിട്ട് പല കാര്യങ്ങളുടെയും ഒരു കംപ്ലീഷൻ ഫേസ് എന്ന് തന്നെ പറയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നിങ്ങളുടെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ കണക്ഷൻസ് നല്ല രീതിയിൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സമയമാണ്. ഫാമിലി കണക്ഷൻസും അതേപോലെ തന്നെ സെലിബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് ലൈഫിൽ. പിന്നെ പഴയ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഓൾഡ് ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ, അപ്പോൾ പ്രശ്നങ്ങൾ, വഴക്കുകളോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഫൈനലി ഒത്തുതീർപ്പാകുന്ന ഒരു സമയമാണ്. പിന്നെ കാരണം ഇതിപ്പോൾ നിങ്ങളുടെ വീട്, ഡ്രീം ഹൗസ്, വീട്ടിൽ കയറി താമസിക്കുന്നു, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ആഘോഷങ്ങൾ, ഇതൊക്കെയാണ്
പൊതുവെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.